എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാ, ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാः, സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുः, ഭദ്രം नो अपि വാതയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മാണ്ഡൂക്യ ഉപനിഷത്തിലെ 5-ാമത്തെ മന്ത്രം, യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയത്തെ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘന ഏവാ ആനന്ദമയോ ഹി ആനന്ദഭുക് ഛേദോമുഖ പ്രാജ്ഞ തൃതീയ പാദ. യത്ര യാതൊരു സ്ഥാനത്തിൽ യാതൊരു കാലത്തിലാണോ സുപ്തനായവൻ ഉറങ്ങിയവൻ, കഞ്ചന കാമം യാതൊരു കാമത്തെയും യാതൊരു ആഗ്രഹത്തെയും ന കാമയതെ കാമിക്കാതിരിക്കുകയും ആഗ്രഹിക്കാതിരിക്കുകയും, കഞ്ചന സ്വപ്നം യാതൊരു സ്വപ്നത്തെയും കാണാതിരിക്കുകയും ന പശ്യതി ചെയ്യുന്നത് കാണാതിരിക്കുകയും ചെയ്യുന്നത്, തത് അത്, ആ സ്ഥാനം ആ കാലം, സുഷുപ്തമാകുന്നു. സുഷുപ്തസ്ഥാന സുഷുപ്തമാകുന്ന സ്ഥാനത്തോടു കൂടിയവനും, ഏകീഭൂതനും ദ്വൈതമെല്ലാം അതിൻ്റെ വിസ്താരത്തോടുകൂടി ഒന്നായി തീർന്നതുപോലെ ഇരിക്കുന്നവനും, പ്രജ്ഞാനഘന ഏവ പ്രജ്ഞാനഘനൻ തന്നെ ആയിട്ടുള്ളവനും, പ്രജ്ഞാനം മാത്രം ഞെരുങ്ങിച്ചേർന്നിരിക്കുന്നത് പോലെ ഇരിക്കുന്നവനും, ആനന്ദമയനും എപ്പോഴും ആനന്ദം തന്നെയായുള്ളവനും, ആനന്ദഭുക് ആനന്ദത്തെ ഭക്ഷിക്കുന്നവനും ഭുജിക്കുന്നവനും, ഛേദസ്സാകുന്ന ജാഗ്രത് സ്വപ്നങ്ങളിലുള്ള ബോധമാകുന്ന മുഖത്തോടു കൂടിയവനുമായെന്ന പ്രാജ്ഞൻ തൃതീയ പാദ 3-ാമത്തെ പാദം ആകുന്നു. ആദ്യമായി തത്വമറിയായികയാകുന്ന സ്വാപം സുഷുപ്താവസ്ഥയിലെ പോലെ തന്നെ ജാഗ്രത് സ്വപ്നങ്ങളിൽ ഉള്ളതിനാൽ, സുഷുപ്തി എന്നത് എന്താണെന്ന് ഗ്രഹിക്കുന്നതിനായിട്ട് അതിനെ വിശേഷിപ്പിക്കുകയോ അഥവാ 3 സ്ഥാനങ്ങളിലും തത്വാഗ്രഹണ രൂപമായ സ്വാപം തുല്യമായതുകൊണ്ട് ജാഗ്രത് സ്വപ്നങ്ങളിൽ നിന്നു സുഷുപ്തത്തെ വേർതിരിക്കുകയോ ചെയ്യുന്നു. ഏതു സ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതു കാലത്തിലാണോ ഉറങ്ങുന്നവൻ ഒരു സ്വപ്നവും കാണാതെയും ഒരു കാമത്തെയും കാമിക്കാതെയും ഇരിക്കുന്നത്, ഒരാഗ്രഹവും ഇല്ലാതെ ഒരു സ്വപ്നവും കാണാതെ നല്ല സുഖനിദ്രയിൽ ഇരിക്കുന്നത്, അതാണ് സുഷുപ്ത അവസ്ഥ. സുഷുപ്ത അവസ്ഥയിൽ ജാഗ്രത് സ്വപ്നങ്ങളിൽ എന്ന പോലെ അന്യഥാഗ്രഹണരൂപമായ സ്വപ്നദർശനമോ ഏതെങ്കിലും വിധത്തിലുള്ള ചിന്തയോ ഇല്ല. ഈ സുഷുപ്തത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ആത്മാവിനെ പ്രാജ്ഞൻ എന്ന് വിളിക്കുന്നു. ജാഗ്രത് സ്വപ്നങ്ങളെന്ന 2 സ്ഥാനങ്ങളാൽ പകുക്കപ്പെട്ടിരിക്കുന്ന മനസ്സിൻ്റെ സ്പന്ദനം മാത്രമായ ദ്വൈതമെല്ലാം അപ്പോൾ അപ്രകാരമുള്ള രൂപത്തെ വിടാതെ അവ്യാകൃതമെന്ന് പറയുന്ന കാരണത്തിൽ ചെന്ന് അതിൻ്റെ എല്ലാ വിസ്താരത്തോടും കൂടി കാരണസ്വരൂപമായി തീരുന്നു. രാത്രിയിലുള്ള അന്ധകാരത്താൽ ഗ്രസ്തമായ പകലിനെ ഇരുട്ടെന്നു തന്നെ പറയുന്നത് പോലെ കാരണമായിത്തീർന്ന കാര്യങ്ങളെ എല്ലാം ആണെന്ന് പറഞ്ഞു പോരുന്നു. ഈ അവസ്ഥയിൽ കാരണമാകുന്ന ഉപാധിയോടുകൂടിയ ആത്മാവ് ഏകീഭൂതനാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ സുഷുപ്തിയിൽ എല്ലാ കാര്യപ്രപഞ്ചവും മനസ്സോടുകൂടി കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്വപ്നത്തിലും ജാഗ്രത്തിലും ഉള്ള മനസ്സിൻ്റെ സ്പന്ദനാകുന്ന പ്രജ്ഞാനഘനങ്ങൾ ഘനീഭവിച്ചതുപോലെ ഒന്നായിത്തീരുന്നു, അവിടെ കട്ട പിടിച്ചതായിത്തീരുന്നു. അവിടെ ഒരു
ചലനവും ഇല്ലാതായി തീരുന്നു. മനസ്സും കാര്യങ്ങളും സ്വപ്നങ്ങളും എല്ലാം. രാത്രിയിൽ ഇരുട്ട് ആയതിനാൽ ഒന്നും തിരിച്ചറിയാൻ പാടില്ലാതിരിക്കുമ്പോൾ എല്ലാം ചേർന്ന് ഒരു കട്ടിയായി തീർന്നിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ പ്രജ്ഞാനം തന്നെ ഘനീഭവിച്ചതുപോലെയാണ് ആ അവസ്ഥയിൽ ആത്മാവിൻ്റെ സ്ഥിതി. പ്രജ്ഞാനമല്ലാതെ വേറെ ഒന്നും അതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നുള്ളത് ആ അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത്. വിഷയത്തിൻ്റെയും വിഷയിയുടെയും ആകൃതിയിലുള്ള മനസ്സിൻ്റെ സ്പന്ദനം, ആയാസം, ദുഃഖം ഇവ ഒന്നും ഇല്ലാത്തതിനാൽ സുഷുപ്താവസ്ഥയിൽ ആത്മാവ് ആനന്ദമയനാകുന്നു. ആനന്ദമയൻ എന്ന് വെച്ചാൽ ആനന്ദം അധികമുള്ളവൻ എന്നല്ലാതെ ആനന്ദസ്വരൂപൻ